അത് ഇവിടെ ആ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകൾ ഉൾപ്പെടെ ഉണ്ട്. ഇത് എന്താ സംഭവിച്ച? അതായത് ഇന്നിവിടെ ഈ വീട്ടിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥി അടക്കമുള്ള NDA സ്ഥാനാർത്ഥി സംഘത്തിൽപ്പെട്ട ആളുകളും വന്ന് പൈസ കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 5000 രൂപയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. 5000 രൂപ ഒരു വീട്ടിലേക്ക്. അത് വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുത്ത കോൺഗ്രസ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ശോഭാ സുരേന്ദ്രനാണ് നേരിട്ടും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആരൊക്കെയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്? ദൃശ്യങ്ങൾ പകർത്തിയ ആളുകൾ, വിനേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻഫർമേഷൻ ഉണ്ടായി ഫോളോ ചെയ്തതാണ്? അല്ല, ഞങ്ങൾ ഇവിടെ സ്ക്വാഡ് പ്രവർത്തനമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകളായിരുന്നു. കുറെ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ചോദ്യം ചെയ്യാനുള്ളത്. അപ്പൊ അവര് എന്താ, ശോഭാ സുരേന്ദ്രൻ എന്താ നിങ്ങളോട് പറയുന്നത്? അല്ല, അവര് പറയുന്നത് ഈ വെച്ചിരുത്തില്ല എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഈ ബുദ്ധിമുട്ടാവും എന്നുള്ള നിലയിലേക്കാണ് പറയുന്നത്. ഇതാണ് ഈ പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു വാഹനത്തിനകത്ത്. ഒന്നാമത് ഇന്ന് നിശബ്ദ പ്രചരണമാണ്. പുറത്തുനിന്നുള്ള ആളുകൾ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് പണം കൊടുക്കുന്ന ഈ ദൃശ്യങ്ങൾ പകർത്തിയ വ്യക്തി കൂടി ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇവിടെ റോഡ് ബ്ലോക്കായിരുന്നു. NDAയുടെ സ്ഥാനാർത്ഥി ഉള്ള കാര്യം നമ്മൾ അറിയായിരുന്നു. നമ്മളിവിടെ വർക്ക് കഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ കാറിലിരുന്ന് നിരീക്ഷിക്കുമ്പം ഇവർ സ്ഥാനാർത്ഥി വീടുകളിലേക്ക് പോകുന്നുണ്ട്. കൂടെ പോയ ഒരാൾ എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ള വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇറങ്ങിപ്പോയി നോക്കിയപ്പോൾ പൈസയാണ്. അപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് വോട്ട് വയ്ക്കുന്നത് പരിധിയുള്ള കൗൺസിൽ ചെയർമാൻ ഉണ്ടായിരുന്നു, പ്രമീള ശശിധരനോട് പറഞ്ഞു. അപ്പോൾ ഇവർ തന്നെ വന്ന്, ശോഭാ സുരേന്ദ്രൻ തന്നെ വന്ന് ഞങ്ങളോട് നേരിട്ട് തർക്കിക്കുകയും മൊബൈൽ പിടുങ്ങി വാങ്ങിക്കുവാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തത്. ഈ നിങ്ങളുടെ മൊബൈലാണോ തട്ടിപ്പറിക്കാൻ നോക്കിയത്? ആ സൗണ്ട് കേൾക്കുന്നത് നിങ്ങളുടെ? അതെ അതെ. പിന്നെ ഒരു തല്ലാൻ കയ്യോങ്ങുന്നത് അത് പ്രമീളയാണോ അതോ വേറെ ആരെങ്കിലും ആണോ? അല്ല, ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ അല്ലാതെ വേറെ ആരെങ്കിലും അങ്ങനെ സ്ത്രീകൾ ഉണ്ടായിരുന്നു? ഒരു സ്ത്രീ, പൈസ കൊടുത്ത സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു വെള്ള ചുരിദാർ ഇട്ട. അതെ അതെ അതെ. ഇവർക്ക് എത്ര രൂപ കൊടുക്കുന്നത്? 5000 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു വീട്ടിൽ 5000 രൂപ ഒരു വ്യക്തിക്കാണ് കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക്. അപ്പോൾ ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 15000 രൂപ കൊടുക്കും. നമ്മുടെ തെളിവ് കിട്ടിയത് 5000 രൂപ കൊടുക്കുന്നതാണ്. ഈ വീട്ടിൽ ഒരാളേ ഉള്ളൂ? അല്ല, ആള് പറയുന്നുണ്ട് ഇവര് വയ്യാതിരിക്കുകയാണ്, അവരെയാണ് പോയി കണ്ട് കൊടുത്തത്. ഈ മറ്റു വീടുകളിൽ കൊടുത്തിട്ടുണ്ടോ? ഇവിടെ വ്യാപകമായി പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്നല്ല, കുറേ ദിവസം മുൻപേ കൊടുത്തു തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ മുൻപിൽ പെട്ടെന്ന് മാത്രം, ശ്രദ്ധയിൽ പെട്ടെന്ന് മാത്രം. അതോടൊപ്പം തന്നെ കൊട്ടിക്കലാശത്തിന് പോകുന്ന ആളുകൾക്ക് ഈ സാരിയും പണവും കൊടുത്തിട്ടുണ്ടല്ലേ? സാരി ബാക്കി വന്നൊക്കെ ഇവിടെ വേലികളിൽ തൂക്കിയിട്ടുമുണ്ട്. എല്ലാവരുടെയും ഈ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളും ഉദ്യാനങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളും കൊടുത്തു. വേലിയിൽ തൂക്ക്? അല്ല, വേലികളിലൊക്കെ ഒരു പ്രചരണത്തിന്റെ ഭാഗങ്ങളായിട്ട് വേണ്ടവർക്ക് വന്ന് എടുക്കാതാണ്. ഇത്രയും ഇതായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണ് അതിന്റെ ഒരു തെളിവ് കിട്ടുന്നത് അല്ലേ? അതെ അതെ. തെളിവ് കിട്ടാതെ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ വെച്ചിട്ട് അത് തെളിവ് കിട്ടിയതുകൊണ്ട് പ്രതികരിച്ചതാണ്. ഈ ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ജാഗ്രതയോടുകൂടി നിൽക്കും. നേരത്തെ വന്നത് മുഴുവൻ സ്ഥാനാർത്ഥി നേരിട്ടല്ല പൈസ കൊടുക്കാൻ വന്നിട്ടുള്ളത്. പല വിവിധ തരം ആളുകൾ വരുന്നു, പോകുന്നു, കാണുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് വന്ന് ഇത്തരത്തിലുള്ളൊരു സംഭവം ചെയ്യുന്നത് നമ്മുടെ പൊതുപ്രവർത്തന കാലഘട്ടത്തിലെ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇതിപ്പോ ഉടൻ തന്നെ നിങ്ങൾ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പറയാൻ? തീർച്ചയായും ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യും. ഇതാണ് ഈ കണ്ണാടി പഞ്ചായത്തിലാണ് ഈ രീതിയിൽ ഈ വോട്ടിന് പണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഈ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് എത്തി പണം കൊടുക്കുന്നു എന്നുള്ള ഒരു അത്യപൂർവമായ സംഭവം കൂടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ശോഭാ സുരേന്ദ്രൻ ഈ ദൃശ്യങ്ങൾ എടുക്കുന്ന ആളുകളോട് തട്ടിക്കയറുന്നുണ്ട്. എന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമെന്ന് ചോദിച്ചാണ് അവർ തട്ടിക്കയറുന്നത്. എന്തായാലും ഇതിനെ ഇനി BJP ഏത് രീതിയിൽ വിശദീകരിക്കും എന്നുള്ളത് കൂടിയാണ് അറിയേണ്ടത്. ഞാൻ മുമ്പ് ചോദിച്ചൊരു ചോദ്യം, ആ കാറിലിരിക്കുന്ന ആളെ കൈയോങ്ങി അടിക്കാൻ പോകുന്നത് പ്രമീള ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇപ്പൊ ഈ നിങ്ങൾക്ക് അറിയാവുന്നതാണ്? ഇല്ല, ഇന്നിപ്പോൾ രാവിലെയാണ് ഉണ്ടായ സംഭവം. ഇന്ന് രാവിലെ BJPയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വാഹനങ്ങളിൽ വന്ന് ഇവിടെ റോട്ടിൽ നിന്ന് ഇറങ്ങി പോയി പൈസ കൊടുക്കാനുണ്ടായത്. ഇന്നത്തോടു കൂടിയിട്ട് ഈ അവസാന സമയങ്ങളിൽ നിശബ്ദ പ്രചരണം നടക്കുന്ന ഈ ഘട്ടത്തിൽ തോൽക്കുമെന്ന പ്രതീതിയായപ്പോൾ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്നുള്ള തന്ത്രവുമായിട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥി ഇത്തരം പ്രവർത്തനം നടത്തിയത്. പ്രത്യേകിച്ച് ഇതൊരു കണ്ണാടി പഞ്ചായത്തിലെ ഉൾപ്രദേശമുള്ളൊരു പ്രദേശമാണ്. ഇത്തരം പ്രദേശങ്ങളിൽ വന്ന് വോട്ട് വിലയ്ക്ക് വാങ്ങിക്കുക എന്നുള്ള നിലയിലാണ് ഈ കണ്ണാടി പഞ്ചായത്ത് LDFന് പ്രത്യേകിച്ച് CPMന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് പോലും അവരെത്തി പണം നൽകുന്നു എന്നുള്ളതാണല്ലേ? അതെ, ഇത്തരം സ്ഥലങ്ങളിൽ പോലും BJP ഇത്തരം സ്ഥലങ്ങളിൽ പോലും പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്നുള്ള നിലയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. തോൽക്കുമെന്ന ഭീതിയാണ് ഉള്ളിലുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇതിലിപ്പോ ഈ സ്ഥാനാർത്ഥി ഉണ്ട്, സ്ഥാനാർത്ഥിയെ കൂടാതെ ടൗണിലുള്ള കുറച്ച് ആളുകൾ, ബാക്കിയുള്ള ഇവിടുത്തെ പ്രദേശത്തെ BJPക്കാരാണോ? ഇവിടുത്തെ പ്രദേശത്തെ BJPക്കാരല്ല, അല്ല, പുറത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്.
കണ്ണാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റും CPM-ന്റെ പ്രാദേശിക നേതാവുമാണ് നമ്മോട് സംസാരിച്ചത്. ഈ രീതിയിൽ വോട്ടിന് പണം 5000 രൂപ വരെയാണ് ഒരാൾക്ക് നൽകുന്നത്. വലിയ തോതിൽ പണം ഒഴുക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ഗ്രാമീണ മേഖലകളിൽ എത്തിയാണ് ഈ രീതിയിൽ പണം ഒഴുക്കുന്നത്. അത് ഈ നേരത്തെ തന്നെ പല രീതിയിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് കൃത്യമായ തെളിവുകൾ വരുന്നത്. അത് നമുക്ക് ഈ കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവർ ഏതെങ്കിലും ഒരു ഈ ഫോളോ ചെയ്തതല്ല, മറിച്ച് ഈ വലിയ തോതിൽ ഈ വാഹനങ്ങൾ നിൽക്കുകയും മറ്റും ചെയ്തപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ലഭിച്ചതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്. എന്തായാലും